ബറക്കത്തിൻ്റെ എല്ലാ വഴികളും നോക്കണം. റജബിലെ പ്രധാനപ്പെട്ട ബറക്കത്ത് അള്ളാഹുവിനെ മനസ്സിലാവലാണ് റജബിൻ്റെ ബറക്കത്ത്. റജബുൻ ഷഹറുല്ലാ എന്ന ഹദീസിലുണ്ട്. റജബ് അള്ളാഹുവിൻ്റെ മാസമാകുന്നു. ഇനി ഷാബാനിലേക്ക് കടന്നാൽ ഷാബാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബറക്കത്ത് മുത്തുനബിനെ മനസ്സിലാവലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാബാനിന് ഷഹറുസ്സലാത്ത് എന്ന ഒരു പേരുണ്ട്. സ്വലാത്തിൻ്റെ മാസം എന്ന് പേരുണ്ട് ഷാബാനിന്. എന്താ കാരണം? സ്വലാത്തു ചൊല്ലാൻ പറഞ്ഞ ആയത്തിറങ്ങിയത് ഷാബാനില. സൂറത്തുൽ അഹ്സാബിൻ്റെ 56-ാമത്തെ ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് എന്നാൽ രണ്ടാമത്തെ ഖുതുബയിൽ ഖതീബ് മുടങ്ങാതെ പറയും, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വബാദിറൂ ഇലാ വദാഇ മുഫ്തറദാതി വഅലമൂ അന്നല്ലാഹ സുബ്ഹാനഹു വതആല അമറനാ വഅമറകും ബിഅംരിൻ ബദഅ ഫീഹി ബിനഫ്സിഹി വസന്നാ ബിമലായികതിഹിൽ മുസബ്ബിഹതി ബിഖുദുസിഹി വഅയ്യഹ ബിൽ മുഅ്മിനീന മിൻ ബരിയതി ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിൻ്റെ 56-ാമത്തെ ആയത്ത്. ഇതാണ് സ്വലാത്ത് എല്ലാം പറഞ്ഞ ആയത്ത്. ഈ ആയത്തിറങ്ങിയത് ഷാബാനിലാണ്. അതുകൊണ്ട് ഷാബാൻ എൻ്റെ മാസമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാബാൻ മാസം എന്ന് പറഞ്ഞത് സ്വലാത്തിൻ്റെ മാസമാണ്, മുസ്തഫായ നബിയുടെ മാസമാണ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. റജബിലെ പ്രധാനപ്പെട്ട ചിന്ത അള്ളാഹുവിനെ കുറിച്ചാണ്. ഷാബാനിലെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാബാൻ കഴിയുന്നതിന് മുമ്പായിട്ട് കുറച്ച് സ്വലാത്ത് എല്ലാവരും ചെല്ലണം. നിയ്യത്ത് വെച്ച് ചെല്ലിയാലേ ചെല്ലാൻ കഴിയുള്ളൂ. ഒരു 300 സ്വലാത്ത്, ഒരു 1000 സ്വലാത്ത്, ഒരു 2000 സ്വലാത്ത് അവനെ കണ്ട് കഴിയും പോലെ ഷാബാനിൽ കരുതണം പ്രത്യേകിച്ച്. എന്നിട്ട് ഷാബാൻ സ്വലാത്തിൻ്റെ മാസമാണ്. സൂഫിയാക്കളായ മുൻഗാമികൾ ഷാബാ മാസത്തിൽ പ്രത്യേകമായ മൗലിദ് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. നബി തങ്ങളുടെ മദ്ഹുകൾ പറയാറുണ്ടായിരുന്നു. ഷാബാനിൽ അലം നശ്റഹ് സൂറത്തിറങ്ങിയത് ഷാബാനിലാണെന്ന അഭിപ്രായമുണ്ട്. അലം നശ്റഹ് സൂറത്ത് മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലം നശ്റഹ് ലക സ്വദ്റക നബിയെ, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ സ്വദറിനെ വിശാലമാക്കി തന്നില്ലയോ? മൂസാ നബിനോട് അല്ലാഹു തആല പറഞ്ഞത് വഖുർ റബ്ബിശ്റഹ് ലീ സ്വദ്രി എന്നാണ്. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണമെന്ന് നിങ്ങൾ ദുആ ചെയ്യാന്നാണ് മൂസാ നബിനോട് പറഞ്ഞത്. നബി തങ്ങളോട് പറഞ്ഞത് അലം നശ്റഹ് ലക സ്വദ്റക, നിങ്ങളുടെ സ്വദറിനെ നിങ്ങൾക്ക് ഞാൻ വിശാലമാക്കി തന്നില്ലയോ എന്നാണ്. മദ്ഹുൻ നബിയാണത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെൻ്റൽ ആശുപത്രിയുള്ള സ്ഥലമാണ് തോയിഫ്. എന്തേ കാരണം? അവർ നബി തങ്ങളെ കൂക്കി വിളിച്ചവരും മുസ്തഫായ നബി തങ്ങളെ കളിയാക്കിയവരും കല്ലെറിഞ്ഞവരുമാണ്. മക്കയിൽ ഒരു നിലക്കും നിൽക്കാൻ കഴിയാതെ ആയപ്പോൾ നബി തങ്ങൾ തോയിഫിലേക്ക് ഹിജറ പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാൻ്റെ കുടുംബക്കാരാണ് തോയിഫിൽ ഉണ്ടായിരുന്നത്. അവർ നബി തങ്ങളെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല. പച്ചവെള്ളം കൊടുത്തില്ല. ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ സ്രോതസ്സിനെ അവർ മലിനമാക്കി. ഒരു മലയുടെ താഴ്വാരത്ത് വിശ്രമിക്കാനിരുന്നപ്പോൾ മലയുടെ ബാക്കിലൂടെ കയറി വന്ന ശത്രുക്കൾ നബി തങ്ങളുടെ മുകളിലേക്ക് വലിയ കല്ലുരുട്ടി വീഴ്ത്താൻ ശ്രമിച്ചു. റോഡ് സൈഡിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ സ്ഥലത്തു നിന്ന് കൈ അഴിച്ചു വിട്ടു. അവിടെ പിൽക്കാലത്ത് തുർക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ല് കൊണ്ടുള്ള ഒരു പള്ളിയുണ്ടാക്കി.
10 ദിവസം വീട് വീടാന്തരം കയറിയിട്ട് ഭക്ഷണമില്ലാതെ നബി തങ്ങൾ നടന്നതാണ് ത്വായിഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ഗത്യന്തരമില്ലാതെയായി, ഭക്ഷണമില്ല, വെള്ളമില്ല, താമസിക്കാൻ സ്ഥലമില്ലാതെ മുസ്തഫ നബി തങ്ങൾ ത്വായിഫിൽ നിന്നോടുമ്പോൾ ത്വായിഫിലെ തമ്മാടിപ്പിള്ളേര്, അങ്ങാടി ചെക്കന്മാർ വളഞ്ഞിട്ടാക്രമിച്ചു, കൂക്കി വിളിച്ചു, അസഭ്യം പറഞ്ഞു. നിവൃത്തിയില്ലാതെ നബി തങ്ങളോടി. മദീനയിലേക്ക്, മക്കയിലേക്കുള്ള ഓട്ടം, മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് 100 കിലോമീറ്ററാണുള്ളത്, നടന്നതാണ്. ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ച് ഓടുകയാണ് ചെയ്തത്. ത്വായിഫിൽ നിന്ന് ഓട്ടം തുടങ്ങിയിട്ട് ആദ്യം നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. 45 കിലോമീറ്റർ ഓടിയിട്ടാണ് ആദ്യമായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നാളെ അല്ലാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി തന്നാൽ ത്വായിഫിൽ നിന്നുള്ള വിശ്വാസികൾക്കാണ് ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യാൻ. അതാണ് മനസ്സിൻ്റെ വിശാലത എന്ന് പറഞ്ഞത്. അലം നശ്റഹ് ലക സദ്റക, നബിയെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ അടങ്ങാറാക്കിയ ഒരാളുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്നാണ് അയാളുടെ പേര്. അയാളാണ് മുനാഫിക്കുകളുടെ നേതാവായി അറിയപ്പെട്ട ആൾ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയും കൂടെയുണ്ടായിരുന്നു. വഴിയിൽ നബിയും സഹാബത്തും ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. രാത്രി സമയമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരേക്ക് പോയി. മടങ്ങി വന്നപ്പോഴേക്ക് നബിയും സഹാബത്തും പോയി കഴിഞ്ഞിരുന്നു. ബേജാറായ ആയിഷ ബീവി അവിടെ തന്നെ നിന്നിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നണിയായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. യാത്രാസംഘത്തിൽ നിന്ന് ആയുധങ്ങളോ ആഭരണങ്ങളോ മൃഗങ്ങളോ ഭക്ഷണ സാധനങ്ങളോ എന്തെങ്കിലും കൊഴിഞ്ഞു ചാടിയിട്ടുണ്ടെങ്കിൽ അത് പെറുക്കിക്കൊണ്ടുവരാൻ വേണ്ടി ബാക്കിൽ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് സയ്യിദുനാ സഫ്വാൻ. വിശ്വസ്തനായൊരു മനുഷ്യനാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ബാക്കിൽ വന്നപ്പോൾ മണലിൽ ആയിഷ ബീവി കിടക്കുന്നത് കണ്ടു. ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. ഒട്ടകക്കട്ടിൽ ആയിഷ ബീവിയെ കയറ്റി. ഒട്ടകക്കട്ടിൽ 2 പേർക്ക് കയറാമെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കയറിയതിലുള്ള അദബ് പരിഗണിച്ചുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകക്കട്ടിലിൽ കയറാതെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിൽ നടന്നു. പക്ഷേ മുനാഫിക്കുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി. നബി തങ്ങൾ വിഷമത്തിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വസ്തുത എന്താണെന്ന് അറിയുന്നത് വരെ ഞാനിനി വീട്ടിലേക്ക് പോകൂലാന്ന് നബി തങ്ങൾ തീരുമാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ തന്നെ താമസം, വീട്ടിലേക്ക് പോകണില്ല. മുഅ്മിനീങ്ങളെല്ലാവരും വലിയ വിഷമത്തിലായി. എന്താ സംഭവിച്ചതെന്നറിയാതെ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം അണഞ്ഞു കൂട്ടിപ്പിടിച്ച് കരയലായിരുന്നു പതിവ്. ലോക്ക്ഡൗണായി, അങ്ങാടിയിൽ കച്ചവടമില്ല, ആരും അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നില്ല. മുഅ്മിനീങ്ങളെല്ലാവരും സങ്കടത്തിലായി. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഒരേ ഒരാളാണ്, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. 14 ദിവസങ്ങൾക്ക് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറ്റവിമുക്തയായി നബി തങ്ങൾ വീട്ടിലേക്ക് പോയി. കാലം കഴിഞ്ഞു. അയാൾ മരണപ്പെട്ടു, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ. അയാൾ മരിച്ചാൽ എന്തായാലും നബി തങ്ങൾ വരൂല എന്ന് സ്വഹാബത്തിന് ഉറപ്പാണ്. അതുകൊണ്ട് അവർ നബി തങ്ങളെ കാത്തു നിന്നില്ല. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, ഫറള് വീടട്ടെ എന്ന് കരുതിയിട്ട് നിസ്കരിച്ചു.
ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരുന്നത് കണ്ടു. ഖബറിലേക്ക് ഇറക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ വേഗത്തിൽ ആ ഖബറിലേക്ക് ഇറങ്ങി നിന്നിട്ട് മയ്യത്ത് കാലിൻ്റെ തുടമ്മക്ക് വാങ്ങി വെച്ചിട്ട് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ട് ഇങ്ങനെ മറച്ചു കൊടുത്തിട്ട് പുതച്ചു കൊടുത്തിട്ട് ഖബറിൽ വെച്ച് മൂടുകല്ല് വെച്ച് മറവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മുഖറബുൽ അംലാക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരായത്ത് ഓതി കൊടുത്തു. അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ എന്ന ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റബ്ബ് എന്നോട് 70 പ്രാവശ്യം പറഞ്ഞാൽ പൊറുക്കൂലെന്നേ പറഞ്ഞിട്ടുള്ളൂ, 71 പ്രാവശ്യം തോർന്നിട്ട് അയാൾക്ക് പുറത്ത് കിട്ടുമോയെന്ന് ഞാൻ നോക്കുമെന്ന് പറഞ്ഞതാണ് ഹൃദയ വിശാലത എന്ന് പറഞ്ഞത്. അലം നശ്റഹ് ലക സദ്റക ഷഅബാനിൽ ഇറങ്ങിയതാണ്.